ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണ നീക്കത്തിനെതിരെ അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ കലാപം രൂക്ഷമാവുകയാണ്. ലോസ് ആഞ്ചലീസിൽ പ്രതിഷേധം കൈവിട്ടതോടെ കലാപം അടിച്ചമർത്താൻ പ്രസിഡന്റ് ട്രംപ് നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിച്ചു. പലയിടത്തും പ്രതിഷേധക്കാരും ഇമിഗ്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടി. കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടുള്ള നടപടികൾക്കെതിരെ രാജ്യത്ത് നടന്നുവന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമായതിന് പിന്നാലെയാണ് 2000 നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കാനുള്ള നടപടി. കാലിഫോർണിയ ഗവർണറുടെ എതിർപ്പ് അവഗണിച്ചാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത നീക്കം. കാലിഫോർണിയയിലെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈനികരെ വിന്യസിച്ചതെന്നാണ് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം. മനുഷ്യാവകാശ സംഘടനകളും സേനാ വിന്യാസത്തെ എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള ഇമിഗ്രേഷൻ വകുപ്പിന്റെ പരിശോധനകളെ എതിർത്തായിരുന്നു ലോസ് ആഞ്ചലസിൽ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ പ്രതിഷേധം സമാധാനപരമായിരുന്നെങ്കിലും പിന്നീട് പ്രതിഷേധക്കാരും കുടിയേറ്റ വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന നിലയിലേക്ക് മാറുകയായിരുന്നു. പതിനഞ്ചിലധികം സൈനികർക്കും 50ലധികം പ്രതിഷേധക്കാർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള വിവരം. 200ഓളം പേർ പോലീസ് പിടിയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.